നമ്മുടെ കുഞ്ഞു ഷോപ്പിന്റെ 27ാമത്തെ ദിവസമാണ്. ഇന്ന് നമുക്ക് 2.5 മണിക്കൂർ കൊണ്ടാണ് 48 ലിറ്ററിന്റെ മാംഗോ മിൽക്ക് തീർന്നത്. ഇന്നത്തെ നമ്മുടെ ഷോപ്പിലെ വിശേഷങ്ങൾ വഴിയെ തന്നെ ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ ഏകദേശം ഒരു 40 കിലോ മാങ്ങ നമ്മൾ വാങ്ങി വെച്ചായിരുന്നു. അതുകൊണ്ട് നമ്മൾ രാവിലെ മാങ്ങ എടുക്കാനൊന്നും പോയില്ല. ഇന്നലെ എന്തുകൊണ്ട് വാങ്ങിച്ചു വെച്ചത് ബെറ്റർ ആയിരുന്നു, കാരണം രാവിലെ ഭയങ്കര മഴയായിരുന്നു. ഇന്ന് അങ്ങോട്ട് നമ്മളെ പണിയിലോട്ട് അങ്ങ് കടന്നു. ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഏകദേശം ഒരു 2 മണിക്കൂർ കൊണ്ട് നമ്മളെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഏകദേശം എല്ലാം നമ്മൾ റീഫിൽ ചെയ്ത് സെറ്റ് ശേഷം കുറച്ച് മിക്സിംഗിന്റെ പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോഴാണ് നല്ല മഴ തുടങ്ങിയത്. നമ്മളെ പണിയെല്ലാം കഴിഞ്ഞ് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത ശേഷം നമ്മളെ വർക്ക് ചെയ്ത പ്ലേസ് മൊത്തം ക്ലീൻ ആക്കി ഫുഡും കഴിച്ചിട്ട് നേരെ കുളിച്ചിറങ്ങി. ഷോപ്പ് തുറന്ന് ഒരു 5 മിനിറ്റ് നല്ല ക്രൗഡായി തുടങ്ങി. ഏകദേശം 20 മിനിറ്റ് കൊണ്ടാണ് നമുക്ക് 15 ലിറ്ററിന്റെ മാംഗോ മിൽക്ക് തീർന്നത്. ഒരിക്കലും ഞാൻ ഇത് ട്രെൻഡിൽ കയറ്റാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. ട്രെൻഡിൽ നമുക്ക് വളരെ കുറച്ച് ദിവസം മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂ. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ട്രെൻഡിലല്ല ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ ഇത്രയും ആൾക്കാർ നമുക്ക് വരത്തില്ലായിരുന്നു. ഒരുപാട് റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ ഷോപ്പിൽ വരുന്നത്. ഫൈനലി 2.5 മണിക്കൂർ കൊണ്ട് നമ്മളെ സാധനങ്ങളെല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞായിരുന്നു. 2 ദിവസം മുന്നേ മിക്സി ഒന്ന് അടിച്ചു പോയായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ടാണ് പൊട്ടിത്തെറിക്കാത്തത്. ഇച്ചിരി റേറ്റ് അന്വേഷിച്ചു. 2 ദിവസത്തിനകം നമ്മൾ സാധനം എടുക്കും. 15 മുട്ടയും കുറച്ച് ചോറും കഴിച്ചിട്ട് നേരെ നമ്മൾ അങ്ങോട്ട് ജിമ്മിൽ കയറി. ഇനി പോണേ 1 മണിക്കൂർ മുമ്പെയാണ് ഞാൻ എപ്പോഴും ഫുഡ് അടിക്കുന്നത്. ഇന്ന് ട്രൈസെപ്സും പിന്നെ ഫോറാംസിനും കൂടെയാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. എന്റെ കൈ കൊണ്ട് എന്റെ റെസിപ്പി വെച്ച് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. വരുന്ന 99% ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്നു. ഒരുപാട് പേര് രണ്ടാമത് വാങ്ങിച്ച് കുടിക്കുന്നുണ്ട്. നേരെ വർക്കൗട്ടും കഴിഞ്ഞ് നമ്മളെ വണ്ടിയിൽ ഫുൾ ടാങ്ക് ഓടിച്ചിട്ട് അടുത്തൊരു 15 മുട്ടയും കഴിച്ച് നേരെ കിടന്നുറങ്ങി. അപ്പൊ ഓക്കെ ബൈ.